നമസ്കാരം, എല്ലാവർക്കും ഹാബിറ്റസ് പീഡിയയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ VFAക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു VFAൻ്റെ ക്ലാസ്സസ് എടുക്കുന്നുണ്ടോ, എങ്ങനെ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ VFAൻ്റെ ടോപ്പിക് ബൈ ടോപ്പിക് ക്ലാസ്സസ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ PYQ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്ത് പോകുന്നുണ്ടാവും. അപ്പോൾ PYQ ബേസിസിലുള്ള ക്ലാസ്സസും അതിൻ്റെ അഡീഷണൽ ഫാക്ട്സും ഒക്കെ നമ്മൾ എന്തായാലും ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് കുറേ പേര് ഇപ്പോൾ VFAക്ക് വേണ്ടിയിട്ട് പഠിക്കാനിരിക്കുന്നുണ്ട്. പിന്നെ കുറേ പേര് 10th പ്രിലിംസ് 18ാം തീയതി 10th പ്രിലിംസിന് ശേഷം പഠിക്കാനിരിക്കുന്നവരുണ്ട്. പിന്നെ കുറേ പേര് 10th പ്രിലിംസ് എഴുതാതെ VFA മാത്രം ഓറിയൻറ്റ് ചെയ്തിട്ടിരിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പം ഇതിൽ ഇനിയുള്ള ഒരു 60 ദിവസം ഫുള്ളി VFAക്ക് കമ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് പറ്റിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണിത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ കുറച്ച് ഹെക്റ്റിക് ആയിരിക്കും. കാരണം 10th പ്രിലിംസിനേക്കാളും നല്ല ബൾക്കിയാണ് VFAൻ്റെ സിലബസ്. പിന്നെ മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. അതുപോലെ തന്നെ സയൻസിൽ കുറച്ച് ബൾക്കിയാണ്. സയൻസിൽ അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റേജും ഉണ്ട്, ടോപ്പിക്സും ഉണ്ട് അതിനനുസരിച്ച് കവർ ചെയ്യാൻ. അപ്പോൾ ഇനിയുള്ള ഒരു 2 മാസം ഇതിനു വേണ്ടി മാറ്റി വയ്ക്കാൻ മിനിമം ഒരു 6-7 മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കാൻ പറ്റുമെങ്കിലാണ് നമുക്ക് ഈ ഒരു പ്ലാനിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. അതിലും എളുപ്പമായിട്ട് നമുക്ക് പറ്റില്ല. എങ്ങനെ പോയാലും സിലബസ് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 6 മണിക്കൂറിൽ കൂടുതലെങ്കിലും നമ്മൾ കമ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് മനസ്സിലാക്കുക. ഈ ഒരു റിവിഷൻ പ്ലാൻ മോസ്റ്റ്ലി സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ആളുകൾക്കും അതുപോലെ ഫാക്ട് ഫയൽ റിസോഴ്സ് യൂസ് ചെയ്യുന്ന അതിൽ ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കുന്ന ആളുകൾക്കും കുറച്ചും കൂടെ ആപ്റ്റ് ആയിരിക്കും. കാരണം നമ്മൾ ഫാക്ട് ഫയലുള്ള കോണ്ടന്റും അതുപോലെ ആ ഒരു റെഫറൻസ് വെച്ചിട്ടാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഫാക്ട് ഫയൽ വെച്ച് പഠിക്കുന്ന ആൾക്കാർക്ക് ആപ്റ്റാണ്. ഇതെന്തായാലും കവർ ചെയ്യാൻ പറ്റും. അതുപോലെ വീഡിയോ കണ്ട് ഇപ്പം വേറെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ട് പഠിക്കുന്നവരാണെങ്കിലും ഒരു 1 hour 1.5 hour ഉള്ള വീഡിയോസ് ഒക്കെയാണ് നിങ്ങൾ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പഠിക്കാനും അതൊന്ന് വായിച്ചു നോക്കാനുമുള്ള ആ ഒരു ടൈം കിട്ടും. പിന്നെ വേറെ വർക്കിനൊന്നും പോകുന്നില്ല, ഇതിനു വേണ്ടി മാത്രം ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ 6 hours കൂടുതൽ എന്തായാലും നിങ്ങൾക്ക് ഒരു ദിവസം ഇതിനു വേണ്ടി ഡിവോട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം മിനിമം ആണ് 6 hours എന്ന് പറഞ്ഞത്. അതിൽ കൂടുതൽ എടുക്കാൻ പറ്റുന്നവർ ഉറപ്പായിട്ടും കൂടുതൽ സമയം ഇതിനു വേണ്ടി ഡിവോട്ട് ചെയ്യുക. റിവിഷൻ ഡെയിലി റിവിഷനും കൂടെ ചെയ്യുക. അപ്പം അങ്ങനെ നമ്മൾ ഇതിനു വേണ്ടി മാത്രം പഠിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ദിവസം ഇത്രയും കവർ ചെയ്യാനും അന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും റിവൈസ് ചെയ്യാനുമുള്ള സമയമുണ്ടാവും. അപ്പോൾ ഡെയിലി റിവിഷൻ മുടക്കാണ്ടിരുന്നാൽ തന്നെ നമ്മൾ പഠിച്ചത് തറവായി. നമ്മൾ പഠിക്കുക എന്ന് പറയുമ്പോൾ 50% ആവുന്നു. റിവിഷനും കൂടെ ഉണ്ടെങ്കിൽ അത് 100%ലേക്ക് ആവുള്ളൂ. നമ്മുടെ മൈൻഡിൽ അത് കോൺക്രീറ്റ് ആവുള്ളൂ. അപ്പോൾ റിവിഷൻ എന്ന് പറയുന്നത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ നിൽക്കരുത്. വീക്ക്ലി ഉള്ള റിവിഷൻ ആണെങ്കിലും ഡെയിലി റിവിഷൻ ആണെങ്കിലും അത് മുടക്കാതെ കൊണ്ടുപോകാം. നമ്മൾ കുറച്ചേ പഠിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും അത് തറവായിട്ട് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ പോയിന്റ്. ഈ 10th പ്രിലിംസ് പ്രിപ്പയർ ചെയ്ത ആളുകൾക്കാണെങ്കിൽ ഒരു ചെറിയ അപ്പർ ഹാൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ജനറൽ ഏരിയാസും അതുപോലെ തന്നെ മാത്സും നിങ്ങൾ ബേസിക്സ് ഒക്കെ നോക്കിയിട്ടുണ്ടാവും. അപ്പം ഇനിയിപ്പോൾ ലാംഗ്വേജ് ഒട്ടും നമ്മൾ ഈസി ആയിട്ട് എടുക്കണ്ട. കാരണം മുമ്പത്തെ പോലെയല്ല, നല്ല രീതിയിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പം അതിൻ്റെ ഒരു പ്രയോറിറ്റി കൊടുത്തിട്ട് തന്നെ ലാംഗ്വേജസ് പഠിക്കണം. അപ്പം അതും പിന്നെ സയൻസിലെ ആ കാര്യങ്ങളും പഠിക്കാനായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ടൈം വേണ്ടി വരിക. ബാക്കിയൊക്കെ നിങ്ങൾ അത്യാവശ്യം നോക്കിയിട്ടുണ്ടാവുമല്ലോ 10th പ്രിലിംസിന് വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് അതിൽ നിങ്ങൾക്കൊരു അപ്പർ ഹാൻഡ് ഉണ്ടാവും. ഇനി അതല്ല VFAക്ക് മാത്രം പഠിക്കുന്നവരൊന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല രീതിയിൽ നിങ്ങൾ ടൈം എടുത്ത് പഠിക്കുക തന്നെ വേണം. ആൻഡ് ഈ ഒരു 2 മാസം നിങ്ങൾ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സെക്യൂർ ആയിട്ടുള്ള ആ ഒരു റാങ്കിലേക്ക് എത്താൻ പറ്റും. ഈ ഒരു 2 മാസം മതി, അതുകൊണ്ട് നമുക്ക് പറ്റും. പക്ഷേ ആ ഒരു ട്രാക്ക് നിങ്ങൾ കീപ്പപ്പ് ചെയ്യണം, കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കണം. ആൻഡ് യു ഷുഡ് ഡു ജസ്റ്റിസ് ടു യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളോട് തന്നെ നീതി പുലർത്തിക്കൊണ്ട് പഠിക്കണം. അപ്പോൾ ഉഴപ്പാനുള്ള ഒരു ഗ്യാപ്പോ അല്ലെങ്കിൽ ഒരു ദിവസം ബ്രേക്ക് എടുക്കാനുള്ള ഒരു സമയമോ നമുക്കിനി ഇല്ല. VFA ആണ് നിങ്ങളുടെ ലക്ഷ്യം. VFAയിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുടെ എയിം എന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ഉഴപ്പാനുള്ള സമയമില്ല. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ടൈറ്റ് ഷെഡ്യൂളായിട്ട് പഠിക്കുക തന്നെ വേണം. അപ്പം അതിന് പറ്റിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നത്. ആൻഡ് ഓൾസോ ഈ സ്റ്റഡി പ്ലാനിനനുസരിച്ച് അതാത് ദിവസം ഡെയിലി ക്വിസസ് നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പം നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇന്ന് ഈ ഒരു ദിവസം പഠിക്കാൻ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് എന്നുള്ള ക്വിസ് അന്ന് വൈകുന്നേരം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. ജസ്റ്റ് അതൊന്ന് പഠിച്ചതൊക്കെ ഒന്ന് റിവിഷൻ ചെയ്യാന്നുള്ള രീതിയിൽ ആ ക്വിസ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റഡി പ്ലാനിലേക്ക് കടക്കാം. എങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഡെയിലി ഒരു 4 സ്ലോട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഈ സ്ലോട്ടിനെ ഷിഫ്റ്റ് ചെയ്യാം. ആ സ്ലോട്ടിൽ പഠിക്കേണ്ട കാര്യങ്ങൾ ഈ രീതിയിൽ ഫോളോ ചെയ്യാൻ നോക്കിയാൽ മതി. അപ്പോൾ ഇതിൽ ഒരു 3 മണിക്കൂറിൻ്റെ ഒരു സെഷൻ ഉണ്ട്. അതിൽ ഈ ജനറൽ ഏരിയാസ്, ഹിസ്റ്ററി, പോളിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ അതൊക്കെയാണ് അതിൽ വരുന്നത്. പിന്നെ ഒരു 2 hour സെഷൻ സയൻസ്, IT അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 1 hour സെഷൻ ലാംഗ്വേജിനും പിന്നെ ഒരു 1 hour സെഷൻ മാത്സ് ആൻഡ് റീസണിങ്ങിനും. അപ്പോൾ ഇതിലിപ്പം വേണമെങ്കിൽ ഇപ്പോൾ രാവിലെ നേരത്തെ എണീക്കുന്നവരാണെങ്കിൽ 1 hour ഫസ്റ്റ് ലാംഗ്വേജസ് നോക്കിയിട്ട് പിന്നെ അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ജനറൽ സെഷൻ നോക്കുക. അത് കഴിഞ്ഞ് ആഫ്റ്റർനൂൺ സയൻസ് നോക്കുക, ഈവനിങ്ങിൽ മാത്സ് നോക്കുക. അങ്ങനെ നോക്കാം. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു രാവിലെ നേരത്തെ എണീച്ചിട്ട് ജനറൽ
ഒരു 3 hours ഒരുമിച്ചിരുന്ന് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രെച്ചിൽ പറ്റുന്നവരാണെങ്കിൽ ജനറൽ നോക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ബ്രേക്ക് എടുത്ത് കഴിഞ്ഞിട്ട് ലാംഗ്വേജോ ഏതെങ്കിലും ഒരു സംഭവം നോക്കുക. പിന്നെ ആഫ്റ്റർനൂൺ സയൻസ് നോക്കുക, ഈവനിങ്ങിൽ മാത്സ് റീസണിങ് നോക്കുക. അപ്പം നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് നിങ്ങൾക്ക് ഈ 4 സ്ലോട്ടുകളും നിങ്ങളുടെ ടൈംസിനനുസരിച്ച് മാറ്റാം. ആൻഡ് ഇതൊരു ഒറ്റ സ്ട്രെച്ചിൽ ഇങ്ങനെ പോകാനല്ല പറയണേ. അതുകൊണ്ടാണ് ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് സെഷൻ തന്നിരിക്കണേ. 3 അവർ, 2 അവർ, 1 അവർ, 1 അവർ. അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഷെഡ്യൂളിലേക്ക് എങ്ങനെ ഫിറ്റ് ഇൻ ചെയ്യാൻ പറ്റും, അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തി പഠിക്കാം. അപ്പോൾ നമുക്കിനി പ്ലാനിലേക്ക് കടക്കാം. അപ്പോൾ ഡേ 1 നമ്മളിവിടെ ഡേറ്റ് കൊടുത്തിട്ടില്ല. നിങ്ങൾക്കിപ്പോൾ നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ നാളെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിത് ഫോളോ ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് മൺഡേ തൊട്ടിട്ടായിരിക്കും. ഈ പറഞ്ഞ ക്വിസ് ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് മൺഡേ തൊട്ടിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ 13th തൊട്ടിട്ടുള്ളതാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് ജോയിൻ ചെയ്യുന്നവർക്കാണെങ്കിലും ഇപ്പം അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവർ എന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഡേ 1 എന്നുള്ള രീതിയിലായിട്ട് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഡേ 1 നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ചരിത്രമാണ്. യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവനകൾ. പിന്നെ സയൻസിൽ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്. പിന്നെ ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്, ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസസ്, അതാണ് ഇംഗ്ലീഷിൽ. മാത്സിൽ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും. ഡേ 2 മാർത്താണ്ഡവർമ്മ, തിരുവിതാംകൂർ ചരിത്രം, മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച്, സംഖ്യകളും അടിസ്ഥാന ക്രിയകളും. ഡേ 3 സാമൂഹിക മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, അഗ്രിമെൻ്റ് ഓഫ് സബ്ജക്റ്റ് ആൻഡ് വേർബ്, ഭിന്നസംഖ്യകൾ. ഡേ 4 കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, കേരളം, ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകൾ, പിന്നെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, മലയാളത്തിൽ പദശുദ്ധി, പിന്നെ ഭിന്നസംഖ്യകൾ. ഡേ 5 ഐക്യ കേരള പ്രസ്ഥാനം, 1956 ശേഷമുള്ള കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം, സാംക്രമിക രോഗങ്ങളും രോഗകാരികൾക്കും ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വാക്യശുദ്ധി, ദശാംശ സംഖ്യകൾ. ഡേ 6 ഇന്ത്യ, രാഷ്ട്രീയ ചരിത്രം, ബ്രിട്ടീഷ് ആധിപത്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരം തുടങ്ങിയവ. പിന്നെ സയൻസിൽ ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും, മലയാളത്തിൽ പരിഭാഷ. പിന്നെ മാത്സിലാണെങ്കിൽ ദശാംശ സംഖ്യകൾ തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. ഇനി ഡേ 7 വരുന്നത് സൺഡേ ആണ്. അന്ന് നിങ്ങൾ കറണ്ട് അഫയേഴ്സും പിന്നെ ഈ ഒരു വീക്കിൽ പഠിച്ചതിലെ റിവിഷൻ ആൻഡ് ബാക്ക്ലോഗ് ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യാത്തതുണ്ടെങ്കിൽ അത് പഠിക്കുക. പ്ലസ് ഒരു PYQ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ആഴ്ച പഠിച്ചത് റിവൈസ് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഒരു എക്സാം നമ്മൾ റെഗുലറായിട്ട് എക്സാം കൊടുത്തു പോകുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഫൈനൽ എക്സാമിന് മുമ്പ് ചെയ്യേണ്ട ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ എക്സാമിൻ്റെ പേടിയും അതുപോലെ ടൈം മാനേജ്മെൻറ്റും കാര്യങ്ങളും ആ ഒരു എക്സാം ടൈമിൽ നമ്മൾ ഉണ്ടാകുന്ന ആ ഒരു സ്ട്രെസ് ഉണ്ടല്ലോ, അതൊക്കെ വെൻറ്റ് ഔട്ട് ചെയ്യാൻ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമായിട്ടും നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഒരു PYQ ഡൗൺലോഡ് ചെയ്തിട്ട് ഫോണിൽ ടൈമർ വെച്ചിട്ട് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഓൺലൈനായിട്ട് മോക്ക് ടെസ്റ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ മോക്ക് ടെസ്റ്റ് എടുക്കുക. അപ്പോൾ 7th ഡേ അങ്ങനെയാണ് പോകുന്നത്. ഇനി 8th ഡേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം, സ്വദേശി പ്രസ്ഥാനം. പിന്നെ ഇവിടെ നമ്മൾ കല, സാഹിത്യം, സംസ്കാരം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിലബസിൽ ഉണ്ടല്ലോ. അപ്പോൾ ഈ സെക്കൻഡ് വീക്കിൽ ഇനി കല എല്ലാ ദിവസവും കുറച്ച് ദിവസം നോക്കണം. ഇനി ജീവിതശൈലി രോഗങ്ങൾ വരുന്നുണ്ട്. ഇംഗ്ലീഷിൽ ആർട്ടിക്കിൾസ്, ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്, മാത്സിൽ ശതമാനം. ഇനി ഡേ 9 സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, വർത്തമാന പത്രങ്ങൾ, സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും. നമ്മൾ നേരത്തെ പറഞ്ഞ കലാസാഹിത്യത്തിൽ പെടുന്ന കല ഈ ഒരു വീക്ക് മൊത്തം ഉണ്ട് കേട്ടോ. അത് ഞാൻ ഇനി എപ്പോഴും പറയുന്നില്ല. കല ഈ ഒരു വീക്ക് മൊത്തം ഉണ്ട്. ഇനി അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, യൂസസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വേർബ്സ്, ശതമാനം. ഡേ 10 സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, ക്വസ്റ്റ്യൻ ടാക്സ്, ലാഭവും നഷ്ടവും. ഇനി ഡേ 11 ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി, വിദേശ നയം. ഇനി കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ഒറ്റപ്പദം, ലാഭവും നഷ്ടവും. ഡേ 12 ലോക ചരിത്രം, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, പര്യായം, സാധാരണ പലിശ. ഡേ 13 അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും, വിപരീത പദം, കൂട്ടുപലിശ. ഇനി ഡേ 14 കറണ്ട് അഫയേഴ്സും പിന്നെ ഈ വീക്കിൽ റിവിഷൻ ചെയ്യാനുള്ളതും ബാക്ക്ലോഗായിട്ട് നിൽക്കുന്നതും ഒരു PYQ അല്ലെങ്കിൽ ഒരു മോക്ക് ടെസ്റ്റ് എടുക്കുക. ഇനി ഡേ 15 ഈ ഒരാഴ്ച ഇനി നമുക്ക് വരുന്നത് കായികമാണ് നോക്കാനുള്ളത് കേട്ടോ. കഴിഞ്ഞ ആഴ്ച നമ്മൾ കല പഠിച്ചു, ഈ ആഴ്ച നമ്മൾ ഇനി കായികം നോക്കും. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം, ഭൗതിക ശാസ്ത്രത്തിൻ്റെ ശാഖകൾ, ദ്രവ്യം, യൂണിറ്റ്, അളവുകളും തോതും, ഇംഗ്ലീഷിൽ ഇൻഫിനിറ്റീവ് ആൻഡ് ഗെറിൻസ്, പിന്നെ അംശബന്ധവും അനുപാതവും മാത്സിൽ. ഡേ 16 റഷ്യൻ വിപ്ലവം, പിന്നെ ചലനം, ആക്കം, ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ, മൂന്നാം ചലന നിയമം, ടെൻസസ്, അംശബന്ധവും അനുപാതവും. ഡേ 17 ചൈനീസ് വിപ്ലവം, കായികം വരുന്നുണ്ട്, ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമത്തിൻ്റെ പ്രയോഗങ്ങൾ, പ്രൊജക്ടൈൽ ചലനം, ടെൻസസ് ഇൻ കണ്ടീഷണൽ സെൻറ്റൻസസ്, മാത്സിൽ സമയവും ദൂരവും.
ഡേ 18 രണ്ടാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം, ഐക്യരാഷ്ട്ര സംഘടന, മറ്റു അന്താരാഷ്ട്ര സംഘടനകൾ. പിന്നെ കായികം, പ്രകാശം, പ്രകാശത്തിന്റെ വിവിധ പ്രതിഭാസങ്ങൾ, മഴവില്ല്, വസ്തുക്കളുടെ വിവിധ വർണ്ണങ്ങൾ. ശൈലികൾ, പഴഞ്ചൊല്ലുകളാണ് മലയാളത്തിൽ നോക്കേണ്ടത്. സമയവും ദൂരവും. ഇനി ഡേ 19 രണ്ടാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം, ഐക്യരാഷ്ട്ര സംഘടന, മറ്റു അന്താരാഷ്ട്ര സംഘടനകൾ. കായികം. പിന്നെ ലെൻസ്, ദർപ്പണം, R=2F എന്ന സമവാക്യം ഉപയോഗിച്ചുകൊണ്ടുള്ള ഗണിത പ്രശ്നങ്ങൾ. മലയാളത്തിൽ സമാന പദം, സമയവും പ്രവൃത്തിയുമാണ് മാത്സിൽ നോക്കാനുള്ളത്. ഇനി ഡേ 20 ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ, ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, പാറകൾ, ഭൗമോപരിതലം, അന്തരീക്ഷമർദ്ദവും കാറ്റും, താപനിലയും ഋതുക്കളും. പിന്നെ കായികം. ഫിസിക്സിൽ വൈദ്യുതകാന്തിക സ്പെക്ട്രം, ഇൻഫ്രാറെഡ് കിരണങ്ങൾ, അൾട്രാവയലറ്റ് കിരണങ്ങൾ, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. മലയാളത്തിൽ ചേർത്തെഴുതുക. മാത്സിലെ സമയവും പ്രവൃത്തിയും. ഇനി 21 കറണ്ട് അഫയേഴ്സ്, ഈ വീക്കിലെ റിവിഷൻ ആൻഡ് ബാക്ക്ലോഗ്, പിന്നെ PYQ, ഇത്രയും കാര്യങ്ങൾ നോക്കാം. ഇനി 22 ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ, ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, പാറകൾ, ഭൗമോപരിതലം, അന്തരീക്ഷമർദ്ദവും കാറ്റും, താപനിലയും ഋതുക്കളും. ജോഗ്രഫിയാണ്. പിന്നെ ഈ വീക്കിൽ നമ്മൾ ഇനി സാഹിത്യം, കല കഴിഞ്ഞു, ഇനി സാഹിത്യം. കായികവും കലയും കഴിഞ്ഞു, സാഹിത്യം. ഇനി ശബ്ദം, വിവിധ തരം തരംഗങ്ങൾ, വ്യത്യസ്ത മാധ്യമങ്ങളിലെ ശബ്ദത്തിന്റെ പ്രവേഗം, അനുരണനം, ആവർത്തന പ്രതിധ്വനി. ഇംഗ്ലീഷിലെ പ്രിപ്പോസിഷൻസ്, മാത്സിലെ ശരാശരി. ഡേ 23 ആഗോള പ്രശ്നങ്ങൾ, ആഗോള താപനം, വിവിധ തരം മലിനീകരണങ്ങൾ. സാഹിത്യം തന്നെ. ഇനി ബലം, വിവിധ തരം ഫലങ്ങൾ, ഘർഷണം, ഘർഷണത്തിന്റെ ഉപയോഗങ്ങളും ദോഷങ്ങളും. ദ യൂസ് ഓഫ് കോറിലേറ്റീവ്സ് ഇംഗ്ലീഷിൽ. പിന്നെ ശരാശരി. ഇനി ഡേ 24 മാപ്പുകൾ, ടോപ്പോഗ്രാഫിക് മാപ്പുകൾ, അടയാളങ്ങൾ, വിദൂര സംവേദനം, ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം. പിന്നെ സാഹിത്യം തന്നെ. ദ്രാവകമർദ്ദം, പ്ലവക്ഷമ ബലം, ആർക്കമിഡീസ് തത്വം, പാസ്കൽ നിയമം. ഇംഗ്ലീഷിൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, മാത്സിൽ കൃത്യംഗങ്ങൾ. ഡേ 25 മഹാസമുദ്രങ്ങൾ, സമുദ്രചലനങ്ങൾ, ഭൂഖണ്ഡങ്ങൾ, ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകളും. സാഹിത്യം. പിന്നെ സാന്ദ്രത, ആപേക്ഷിക സാന്ദ്രത, അഡ്ഹീഷൻ, കൊഹിഷൻ ബലങ്ങൾ, കേശിക ഉയർച്ച, വിസ്കസ് ബലം, പ്രതല ബലം. മലയാളത്തിൽ സ്ത്രീലിംഗം, പുല്ലിംഗം, മാത്സിൽ കൃത്യംഗങ്ങൾ. ഇനി ഡേ 26 ഇന്ത്യ, ഭൂപ്രകൃതി, സംസ്ഥാനങ്ങളും അവയുടെ സവിശേഷതകളും. സാഹിത്യം. പിന്നെ ഗുരുത്വാകർഷണം, പിണ്ഡവും ഭാരവും, ജിയുടെ മൂല്യം, ഭൂമിയിലെ വിവിധ സ്ഥലങ്ങളിലെ ജിയുടെ മൂല്യം. മലയാളത്തിൽ വചനം, മാത്സിൽ ജ്യാമിതീയ രൂപങ്ങളുടെ ചുറ്റളവ്, വിസ്തീർണം, വ്യാപ്തം തുടങ്ങിയവ. ഡേ 27 ജോഗ്രഫിയിൽ തന്നെ ഉത്തരപർവ്വത മേഖല, നദികൾ, ഉത്തര മഹാസമതലം. പിന്നെ സാഹിത്യം നോക്കാനുണ്ട്. അഭികേന്ദ്ര ബലം, അപകേന്ദ്ര ബലം, ഉപഗ്രഹങ്ങൾ, പലായന പ്രവേഗം. മലയാളത്തിൽ പിരിച്ചെഴുതൽ, മാത്സിൽ വീണ്ടും റിപ്പീറ്റ് ആണ്. ജ്യാമിതീയ രൂപങ്ങളുടെ ചുറ്റളവ്, വിസ്തീർണം, വ്യാപ്തം തുടങ്ങിയവ. ഇതിലേക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് തന്നെ പഠിക്കാം കേട്ടോ മാത്സ്. ഡേ 28 കറണ്ട് അഫയേഴ്സ് ആൻഡ് റിവിഷൻ ആണ്. പിന്നെ ബാക്ക്ലോഗ് ടോപ്പിക്സ് നോക്കുക, PYQs നോക്കുക. ഇനി 29 ഉപദ്വീപീയ പീഠഭൂമി, തീരദേശം. പിന്നെ ഈ വീക്കിൽ ഇനി സംസ്കാരമാണ് നോക്കാനുള്ളത് കേട്ടോ. കലാ, സാഹിത്യം, കായികം കഴിഞ്ഞു, സംസ്കാരം. അതുപോലെ ഇവിടെ വരുന്നത് താപം, സയൻസിൽ താപം, താപനില, വിവിധ തരം തെർമോമീറ്ററുകൾ. ഇംഗ്ലീഷിൽ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ആണ്. മാത്സിൽ പ്രോഗ്രഷനുകൾ. ഡേ 30 കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, കൃഷി. പിന്നെ സംസ്കാരം നോക്കുക. ആർദ്രത, ആപേക്ഷിക ആർദ്രത. ഇംഗ്ലീഷിൽ കറക്ഷൻ ഓഫ് സെന്റൻസസ്, മാത്സിൽ പ്രോഗ്രഷനുകൾ. ഡേ 31 ധാതുക്കളും വ്യവസായവും, ഊർജ്ജ സ്രോതസ്സുകൾ. പിന്നെ സംസ്കാരം. സയൻസിൽ പ്രവൃത്തി, ഊർജം, പവർ ബന്ധപ്പെട്ട ഗണിത പ്രശ്നങ്ങൾ. ഇംഗ്ലീഷിൽ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, മാത്സിൽ സംഖ്യാശ്രേണികൾ. 32 റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ. സംസ്കാരം വീണ്ടും നോക്കാനുണ്ട്. ഉത്തോലകങ്ങൾ, വിവിധ തരം ഉത്തോലകങ്ങളാണ് സയൻസിൽ നോക്കാനുള്ളത്. പിന്നെ ഘടകപദം, മലയാളം. അക്ഷരശ്രേണികൾ, മാത്സിൽ. ഡേ 33 കേരളം, കേരള ജോഗ്രഫിയാണ് കേട്ടോ ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത്. കേരളം, ഭൂപ്രകൃതി, ജില്ലകൾ, സവിശേഷതകൾ. പിന്നെ സംസ്കാരം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സയൻസിൽ ISROയുടെ ബഹിരാകാശ നേട്ടങ്ങൾ. ഇംഗ്ലീഷിൽ സിംഗുലർ ആൻഡ് പ്ലൂറൽ, ചേഞ്ച് ഓഫ് ജെൻഡർ, കളക്റ്റീവ് നൗൺസ് നോക്കണം. മാത്സിൽ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ. ഡേ 34 കേരളത്തിലെ നദികൾ, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, സംസ്കാരം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇവിടെ ISROയുടെ ബഹിരാകാശ നേട്ടങ്ങൾ തന്നെയാണ്. അത് കുറച്ച് ബൾക്കായിട്ടുള്ളതുകൊണ്ട് 2 ദിവസം കൊടുത്തിട്ടുണ്ട്. ഇനി വേർഡ് ഫോർമേഷൻ ഫ്രം അതർ വേർഡ്സ് ആൻഡ് യൂസ് ഓഫ് പ്രിഫിക്സ് ഓർ സഫിക്സ്. ഇംഗ്ലീഷിൽ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഡേ 34 മാത്സ് നോക്കാനുള്ളത്. 35 കറണ്ട് അഫയേഴ്സ്, റിവിഷൻ ബാക്ക്ലോഗ്, PYQ നോക്കുക. ഇനി ഡേ 36 വന്യജീവി, അത് കേരളത്തിലാണ്. വന്യജീവി സങ്കേതങ്ങൾ, അതുപോലെ കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും.
പിന്നെ സിവിക്സിൽ നിന്ന് മറ്റേ നിയമങ്ങൾ, പ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. സയൻസിൽ ആറ്റം, തന്മാത്ര. ഇംഗ്ലീഷിൽ കോമ്പൗണ്ട് വേർഡ്സ് ആണ്. മാത്സിൽ സ്ഥാനനിർണയ പരിശോധന. ഇനി 37 ഡേ 37 ധാതുക്കളും വ്യവസായവും ഊർജ്ജ സ്രോതസ്സുകൾ. സയൻസിൽ ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകൾ, രൂപാന്തരങ്ങൾ. ഇംഗ്ലീഷിൽ സിനോണിംസ്. മാത്സ് സ്ഥാനനിർണയ പരിശോധന. ഡേ 38 റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ. സയൻസിൽ വാതക നിയമങ്ങൾ, അക്വാറീജിയ. ഇംഗ്ലീഷിൽ ആന്റോണിംസ്. മാത്സ് സമാന ബന്ധങ്ങൾ. ഡേ 39 ഇന്ത്യ, സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതികൾ. സയൻസിൽ മൂലകങ്ങൾ, ആവർത്തന പട്ടിക, ലോഹങ്ങളും അലോഹങ്ങളും. ഇംഗ്ലീഷിൽ ഫ്രേസൽ വെർബ്സ്. പിന്നെ മാത്സിൽ ഒറ്റയാനെ കണ്ടെത്തുക. ഓക്കെ, ഈ ദിവസം തന്നെ ഡേ 39 തന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇൻഫർമേഷൻ എക്സംപ്റ്റഡ്. അപ്പം വിവരാവകാശ നിയമം കൊടുത്തിട്ടുണ്ട്. അത് ഡേ 39 തന്നെയാണ്. ഇനി ഡേ 40 പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്. പിന്നെ സുപ്രധാന നിയമങ്ങളിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ കമ്മീഷൻസ്, പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. അപ്പം ഇൻഫർമേഷൻ കമ്മീഷന്റെ കോൺസ്റ്റിറ്റ്യൂഷനും അതിന്റെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസും ആണ് നോക്കാനുള്ളത്. സയൻസിലെ രാസമാറ്റങ്ങളും ഭൗതിക മാറ്റങ്ങളും, രാസപ്രവർത്തനങ്ങൾ. ഇംഗ്ലീഷിൽ ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ്. മാത്സിൽ സംഖ്യാവലോകന പ്രശ്നങ്ങൾ. 41 നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ. സയൻസിൽ ലായനികൾ, മിശ്രിതങ്ങൾ, സംയുക്തങ്ങൾ. പിന്നെ ഇംഗ്ലീഷിൽ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. മാത്സിൽ സംഖ്യാവലോകന പ്രശ്നങ്ങൾ തന്നെ റിപ്പീറ്റ്. 42 കറണ്ട് അഫയേഴ്സ്, റിവിഷൻ ആൻഡ് ബാക്ക്ലോഗ് ടോപ്പിക്സ്, PYQs. ഇനി ഡേ 43 കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം. പിന്നെ പോക്സോ ആക്ടും പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡ് ഓഫ് ചിൽഡ്രനും അത് വരുന്നുണ്ട്. പിന്നെ ലോഹങ്ങളും അലോഹങ്ങളും സയൻസിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഇന്നൊരു ദിവസം കൂടെ. പിന്നെ വേർഡ്സ് ഓഫൻ കൺഫ്യൂസ്ഡ് ആണ് ഇംഗ്ലീഷിൽ വരുന്നത്. മാത്സിൽ കോഡിങ്ങും ഡീകോഡിങ്ങും. ഇനി 44 ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം. സയൻസിൽ ലോഹസങ്കരങ്ങളും ആസിഡ് ആൽക്കലികളും. ഇംഗ്ലീഷിൽ സ്പെല്ലിംഗ് ടെസ്റ്റ്, കോഡിങ്ങും ഡീകോഡിങ്ങും റിപ്പീറ്റ്. ഡേ 45 മൗലിക അവകാശങ്ങൾ. പിന്നെ ദുരന്ത നിവാരണ അതോറിറ്റി. സയൻസിൽ pH മൂല്യവും ആൽക്കലോയിഡുകളും. ഇംഗ്ലീഷിൽ ഇഡിയംസ് ആൻഡ് ദെയർ മീനിങ്സ്. പിന്നെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയിൽ കുടുംബ ബന്ധങ്ങൾ. ഇനി 46 നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ ഉണ്ട്. തണ്ണീർത്തട സംരക്ഷണം നോക്കാനുണ്ട്. പിന്നെ IT ആണ്. IT ഹാർഡ്വെയർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എക്സ്പാൻഷൻ ആൻഡ് മീനിങ് ഓഫ് കോമൺ എബ്രിവേഷൻസ് ആണ് ഇംഗ്ലീഷിൽ. റീസണിങ്ങിൽ കുടുംബ ബന്ധങ്ങൾ തന്നെ. ഡേ 47 ഗവൺമെന്റിന്റെ ഘടകങ്ങൾ, പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിംഗ് ഓഫ് വുമൻ, ഒഫൻസസ് എഫക്റ്റിംഗ് പബ്ലിക് ഡീസൻസി ആൻഡ് മോറൽസ്. പിന്നെ IT സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. ഇംഗ്ലീഷ് റിവിഷൻ, ഇംഗ്ലീഷ് മലയാളം നമ്മുടെ കഴിഞ്ഞോ, പിന്നെ അങ്ങോട്ടേക്ക് ഇംഗ്ലീഷ് മലയാളം റിവിഷൻ ആണ് കേട്ടോ. പിന്നെ റീസണിങ്ങിൽ കലണ്ടറും തീയതിയും. ഡേ 48 പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ. അതവർ സ്പെസിഫിക്കലി കൊടുത്തിട്ടുണ്ട്. 42nd, 44th, 52nd, 73rd, 74th, 86th, 91st അമെൻമെന്റ്. ഇത്രയും അമെൻമെന്റുകൾ പ്രധാനമായിട്ടും പഠിക്കണം. പിന്നെ PYQസിൽ വന്നിട്ടുള്ള റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള അമെൻമെന്റ്സ് ഉണ്ടെങ്കിൽ അതും നോക്കണം. പിന്നെ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ വിമൻ, ദി പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 നോക്കണം. IT കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ അത്. പിന്നെ മലയാളം റിവിഷൻ, കലണ്ടറും തീയതിയും. ഇനി 49 വരുന്നത് കറണ്ട് അഫയേഴ്സ് നോക്കുക, റിവിഷൻ ആൻഡ് ബാക്ക്ലോഗ് സബ്ജക്ട്സ് നോക്കുക, PYQ. ഡേ 50 പഞ്ചായത്തി രാജ്. പിന്നെ ലോ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ സെക്ഷൻസ്, പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ്, അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് SC ആൻഡ് ST, നാഷണൽ കമ്മീഷൻ ഫോർ SC ആൻഡ് ST, കേരള സ്റ്റേറ്റ് SC ആൻഡ് ST കമ്മീഷൻ, നാഷണൽ ആൻഡ് സ്റ്റേറ്റ് മൈനോറിറ്റി കമ്മീഷൻ. പിന്നെ IT ഇന്റർനെറ്റ്. പിന്നെ ഇംഗ്ലീഷ് റിവിഷൻ വരുന്നുണ്ട്. ക്ലോക്കിലെ സമയവും കോണളവുമാണ് റീസണിങ്ങിൽ വരുന്നത്. ഇനി ഡേ 51 ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും വരുന്നുണ്ട്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആൻഡ് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വരുന്നുണ്ട്. പ്രൊട്ടക്ഷൻ ഓഫ് സീനിയർ സിറ്റിസണും വരുന്നുണ്ട്. IT സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ് ആണ് നോക്കാനുള്ളത്. പിന്നെ മലയാളം റിവിഷൻ ആണ്. ക്ലോക്കിലെ സമയവും കോണളവും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഡേ 52 യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തൊഴിലും ജോലിയും, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ, ഭൂപരിഷ്കരണങ്ങൾ തുടങ്ങിയവയും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ബയോളജി റിവിഷൻ വരുന്നുണ്ട്. ഇംഗ്ലീഷ് റിവിഷൻ വരുന്നുണ്ട്. ക്ലോക്കിലെ സമയവും പ്രതിബിംബവും. അപ്പം നമ്മുടെ സയൻസും ITയും കഴിഞ്ഞു. ഇനി അങ്ങോട്ടേക്ക് സയൻസിന്റെ സമയത്തും റിവിഷൻ തന്നെയാണ്. ഇനി ഡേ 53 കേരളം സംസ്ഥാന സിവിൽ സർവീസ് ഭരണഘടനാ സ്ഥാപനങ്ങൾ, വിവിധ കമ്മീഷനുകൾ, കെമിസ്ട്രി റിവിഷൻ, മലയാളം റിവിഷൻ, പിന്നെ മാത്സിലെ ദിശാവബോധം. ഡേ 54 കേരളം സംസ്ഥാന സിവിൽ സർവീസ് ഭരണഘടനാ സ്ഥാപനങ്ങൾ, വിവിധ കമ്മീഷനുകൾ, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം. പിന്നെ ഫിസിക്സ് റിവിഷൻ ആണ് സെക്കൻഡ് സ്ലോട്ടിൽ. ഇംഗ്ലീഷ് റിവിഷൻ, ദിശാവബോധം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്.
ഡേ 55 സാമൂഹിക സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ, സാമൂഹ്യക്ഷേമം സാമൂഹ്യ സുരക്ഷിതത്വം വരുന്നുണ്ട്, IT റിവിഷൻ വരുന്നുണ്ട്, മലയാളം റിവിഷൻ, ക്ലറിക്കൽ ശേഷി. ഇനി ഡേ 56 കറണ്ട് അഫയേഴ്സ് ആൻഡ് റിവിഷൻ, പിന്നെ ബാക്ക്ലോഗ് സബ്ജക്ട്സ് നോക്കുക. അതോടുകൂടി നമ്മുടെ പഠിച്ചു കഴിയും. പിന്നെ 57, 58, 59, 60 ബാക്കി 4 ദിവസം ഫൈനൽ റിവിഷൻസ്, ഇതുവരെ പഠിച്ചതിൽ ബാക്ക്ലോഗുള്ള കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യുക, വീണ്ടും പഠിക്കുക. ഈ 4 ദിവസവും ഓരോ PYQ വെച്ചിട്ടെങ്കിലും ചെയ്ത് നോക്കണം. പറ്റുവാണെങ്കിൽ എന്തായാലും ഒരു മോക്ക് ടെസ്റ്റ് എടുക്കുകയും വേണം. അങ്ങനെ നമ്മൾ 60 ഡേയ്സ് കൊണ്ട് ഈ ഒരു സിലബസ് ഫുള്ള് കവർ ചെയ്യുക എന്നുള്ളതാണ് ഈ പ്ലാനിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് ബൾക്കി ആയിട്ട് തോന്നാം, ഞാൻ അഗെയിൻ റിപ്പീറ്റ് ചെയ്യാണ്, ബൾക്കി ആയിട്ട് തോന്നാം, കാരണം അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടന്റ് ഉണ്ട്, അത്രയും റിച്ച് ആണ്. സോ അതിനനുസരിച്ച് നമ്മൾ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് മുന്നോട്ട് വെച്ച് ഹാർഡ് വർക്ക് ചെയ്യാൻ എന്നുള്ള ആ ഒരു ഉറപ്പോട് കൂടി മുന്നോട്ട് ഇറങ്ങിയാലേ ഈ ഒരു 60 ദിവസം കൊണ്ട് ഇത്രയും തീർക്കാൻ പറ്റുള്ളൂ. ടാസ്ക് ആണ്, നല്ല രീതിയിൽ നമ്മൾ എഫേർട്ട് ഇടുക തന്നെ വേണം. ബാക്കിയെല്ലാം മാറ്റി വെച്ച് ഇതിന് വേണ്ടി ഇരിക്കണം, എന്നാലേ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കുറച്ചൊന്ന് ഉഴപ്പിക്കഴിഞ്ഞാൽ ഇത് ഈ ഒരു ട്രാക്കിൽ നിന്ന് നമ്മൾ പോകും. പിന്നെ ഇവിടെ നമ്മൾ റിവിഷന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള സ്ലോട്ടുകളിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ വേണമെങ്കിൽ ഇതിലേക്ക് റിവിഷൻ സ്ലോട്ടിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാം. അപ്പം അങ്ങനെ കുറച്ച് ഫ്ലെക്സിബിൾ ആക്കാം. എന്നുണ്ടെങ്കിലും ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഇതിനോട് സ്റ്റിക്ക് ഓൺ ചെയ്ത് പോയാലേ കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ആണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ. ആൻഡ് മോർ ദാൻ എ സ്റ്റഡി പ്ലാൻ, ഇത് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്ന ഒരു ചലഞ്ചാണ്. യു ഹാവ് ടു പ്രൂവ് ടു യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് പ്രൂവ് ചെയ്യേണ്ടത് ഐ ക്യാൻ ഡു ദിസ് എന്നുള്ളത്. അപ്പോൾ ഇഫ് യു ക്യാൻ ഡു, പ്ലീസ് ഡു സ്റ്റിക്ക് ഓൺ. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അപ്പോൾ ഇത് അത്ര ഈസി അല്ല. ഇപ്പോൾ നമ്മൾ 10th പ്രിലിംസിനൊക്കെ പഠിച്ച പോലെ അത്ര ഈസി അല്ല. VFAക്ക് നല്ല ബൾക്കാണ്, നമുക്കറിയാം. ആൻഡ് ഇനി നമുക്ക് ഇപ്പം പ്രിപ്പറേഷൻ തുടങ്ങുന്നവരാണെങ്കിൽ നമുക്ക് സമയമില്ല, അതൊരു ഫാക്റ്റാണ്. അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ബി ട്രൂ ടു യുവർ സെൽഫ്, പുട്ട് ദ എഫേർട്ട് ഓൺ ഇറ്റ്. സോ ആ സക്സസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പോൾ ഈ ഒരു 2 മാസം നിങ്ങൾ കട്ടയ്ക്ക് പഠിക്കാൻ റെഡി ആണെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. എന്നെക്കൊണ്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ എനിക്ക് പറ്റുമോ, ഇത്രയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ച് നിന്നാൽ നമുക്കൊന്നും സാധിക്കില്ല. അപ്പോൾ ആ ടെൻഷൻസും അപ്രിഹെൻഷൻസ് ഒക്കെ മാറ്റി വയ്ക്കുക. ഒരു ദിവസം ചിലപ്പോൾ ഇത് മുഴുവൻ നമുക്ക് ഒരു ദിവസം കവർ ചെയ്യാൻ പറ്റിയെന്നില്ല, പക്ഷെ പറ്റുന്നിടത്തോളം നമ്മൾ ട്രൈ ചെയ്യുക. അപ്പം നമുക്ക് പറ്റുന്ന അത്രയും ബാക്ക്ലോഗ് ഇല്ലാതെ പഠിക്കാൻ ശ്രമിക്കുക, റിവൈസ് ചെയ്യുക, ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാതെ റിവൈസ് ചെയ്യുക. ആൻഡ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ ഡെയിലി ക്വിസസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും, അതൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. ഇതിൻ്റെ PDF വേണ്ടവർ നമ്മുടെ ചാനലിൽ ചെക്കൗട്ട് ചെയ്താൽ മതി. നമ്മൾ കുറച്ച് കഴിയുമ്പം ചാനലിൽ ഇതിൻ്റെ PDF അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വേണ്ടവർ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക കേട്ടോ. സോ ഓൾ ദി ബെസ്റ്റ് എവരിവൺ. എല്ലാവരും നല്ലപോലെ പഠിക്കുക, എല്ലാവർക്കും നല്ല റാങ്കൊക്കെ കിട്ടി ജോലി കിട്ടട്ടെ. Thank you so much for watching the video. Happy learning with Habitus.